ഹലോ ഫ്രണ്ട്സ്, ഐം ശ്രുതി ഫ്രം ലോലിപോപ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു കുർത്തീസാണ്. ഇങ്ങനത്തെ വരുന്ന എ ലൈൻ കുർത്തീസ്. അതായത് ഫ്രണ്ടിലെ പാനൽ കട്ടാണ്. പാനൽ കട്ട് തന്നെയല്ല, ഈ രണ്ട് കൈൻഡ് ഓഫ് ഫാബ്രിക്കിൻ്റെ ഇടയ്ക്കായിട്ട് വേറൊരു ഫാബ്രിക് ഇവിടെ വരുന്നു. സെയിം ഫാബ്രിക്കിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻറ്റ്. അതായത് ഇത് വന്നിരിക്കുന്ന ഷിൻസ് കോട്ടൺ ആണ്. അപ്പം ഇവിടെ ഈ ഒരു പ്രിൻറ്റും ഇവിടെ ഈ ഒരു പ്രിൻറ്റുമാണ്. നടുവിലായിട്ട് വേറൊരു പാച്ചും കൂടി പോകുന്ന ടൈപ്പിലുള്ളത്. നമ്മൾ ഇതിന് മുന്നേ ഒത്തിരി കളേഴ്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ബോട്ടം വെച്ച് പെയർ ചെയ്ത് നല്ല ഭംഗിയുള്ള കുർത്തിയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. എ ലൈനാണ് വന്നിട്ടുള്ളത്. 3/4 സ്ലീവ്സ് ആണ് വരുന്നത്. ലൈനിങ് യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. 2 സൈഡ് പോക്കറ്റ്സും വരുന്നുണ്ട്. ഇത് ഫാബ്രിക് വന്നിരിക്കുന്ന ഷിൻസ് കോട്ടൺ ആണ്. ഇനി ഷിൻസ് കോട്ടനെ കുറിച്ച് പറയാം. എപ്പോഴും ഞാൻ വീഡിയോസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, നമ്മളൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫാബ്രിക് അല്ല ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ കൈൻഡ് ഓഫ് ഫാബ്രിക്സ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കൊണ്ടുവരാറുണ്ട്. വെറൈറ്റി ഓഫ് ഫാബ്രിക്സ് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ ഈ കോട്ടൺ തന്നെ പല കോട്ടൺ ഉണ്ട്. ജയ്പൂർ കോട്ടൺ ഉണ്ട്, മൽ കോട്ടൺ ഉണ്ട്, ഷിൻസ് കോട്ടൺ ഉണ്ട്. ഈ ഷിൻസ് കോട്ടൺ എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് കോട്ടൺ ആണ്, പ്രിൻറ്റഡ് പോളിഷ്ഡ് കോട്ടൺ ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കാണ്. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് നിങ്ങളിത് കാണുന്നില്ല, തൊട്ട് നോക്കുന്നില്ല. അപ്പം ഈ പറയുന്നത് വെച്ചിട്ടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോസിലൂടെ കൺവേ ചെയ്യുന്നത്. ബിക്കോസ് പലർക്കും പല എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഇപ്പം നമുക്കിപ്പം മേ ബി ഞാനും ഇങ്ങനെ ഒരു ഫീൽഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളും ഇത്രയും ഫാബ്രിക്സ് വരുമ്പോൾ കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് തിക്നെസ്സും പർട്ടിക്കുലർ പാറ്റേണിലുള്ളതായിരിക്കും കോട്ടൺ എന്ന് പറയാം. അതല്ല, ഇഷ്ടമാതിരി ഉണ്ട്. ഈവൻ നമുക്ക് എന്താണ് പറയുന്നത്, ഫ്ലാനൽ പോലും അതും കോട്ടൺ ആണ്. അതിനകത്തെ ബ്രഷ് ചെയ്ത് അങ്ങനെ ആക്കുന്നതാണ്. അപ്പം ഈ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഇത് ഷിൻസ് കോട്ടൺ ആണ്. അപ്പം കുറച്ച് പേർക്ക് ഉള്ള തെറ്റിദ്ധാരണയാണ്, ഷിൻസ് കോട്ടൺ കിട്ടുമ്പോൾ ഇത് കോട്ടൺ അല്ല എന്ന് പറയുന്നത്. വളരെ ലൈറ്റായിട്ട് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നത് 899 ആണ്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കളേഴ്സ് ഉണ്ട്. അത് ബാക്ക് സൈഡ് ഇതുപോലെ വരും. ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. നമുക്ക് വേഗം നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബേസ് തന്നെയാണ്. അതിനകത്ത് ഇവിടെ നടുവിലായിട്ട് വരുന്നതിനകത്ത് ബ്രിക്ക് റെഡിൻ്റെ പ്രിൻ്റൊക്കെ ഉണ്ട്. ഈ സൈഡിൽ നമുക്ക് അല്ലാതെ ഒരു ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ അല്ലാത്ത വാർലി പ്രിൻസ് പോലത്തെ കൈൻഡ് ഓഫ് ഒരു പ്രിൻ്റാണ് ഈ ഒരു പാച്ച് വരുന്നത്. ഇതിൻ്റെ തന്നെ റിവേഴ്സും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ആ ഒരു കളർ കോമ്പിനേഷനും വരും. പ്രൈസ് വന്നിരിക്കുന്നത് 899. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രിക്ക് റെഡ്, ഒരു ബ്രൗണിഷ് ബ്രിക്ക് റെഡ് ഷെയ്ഡാണ്. അതിനകത്ത് ഈ ഒരു പാറ്റേണാണ് വന്നേക്കുന്നത്. ഇത് ഇവിടെ കണ്ടോ, വേറൊരു പാച്ചാണ്, ഇവിടെ വേറൊരു പാച്ചാണ്. പ്രൈസ് 899. നെക്സ്റ്റ് വന്നു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ്. ബ്ലാക്കിനകത്ത് വൈറ്റ് കളർ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. സൈഡ്സിലും ഈ 2 സൈഡ്സിലും ഇതുപോലെ വരും കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 899. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് വന്നു. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്. ഇതിനകത്തേക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഡയമണ്ട് പാറ്റേണിലാണ് നടുവിൽ വരുന്നത്. ഇവിടെ ഇത് ഏതാണെന്ന് മനസ്സിലായത്. നമ്മൾ ആദ്യം കണ്ടതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷനാണ് ഇത് വന്നേക്കുന്നത്. അതായത് ഇവിടുത്തെ പാച്ച് ഉണ്ടായിരുന്നത് മെയിൻ പാർട്ടിലും ഇവിടെ ഉണ്ടായിരുന്നത് സൈഡ്സിലേക്കും പോകുന്ന രീതിയിൽ. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്ന എല്ലാം ആദ്യം കണ്ട 4 റിവേഴ്സ് കോമ്പിനേഷനാണ്. പ്രൈസ് വരുന്നത് 899. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ. അതായത് വാർലി പ്രിൻസ് പോലത്തെ വരുന്നതെന്ന് പറഞ്ഞാൽ നടുവിലായിട്ടും ഇവിടെ ആ ഒരു ബ്രിക്ക് റെഡിൻ്റെ കോമ്പിനേഷനാണ് കേട്ടോ വന്നേക്കുന്നത്. പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ 899. റെഡി ടു ഡിസ്പാച്ച് ആണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രിക്ക് റെഡ് ഓറഞ്ച് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. അതിനകത്ത് നേരത്തെ ആ ഒരു പാച്ച് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 899. റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. ബ്ലാക്ക് ഷെയ്ഡിനകത്ത് ഇവിടെ ഈ ഒരു കൈൻഡ് ഓഫ് ഒരു മെഷിങ് പോലെ വരും. സൈഡ്സിലായിട്ട് ഇത് വരും. ഓക്കെ, പ്രൈസ് വന്നിരിക്കുന്നത് 899. റെഡി ടു ഡിസ്പാച്ച് പ്രൊഡക്ട്സ് ആണ്. 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും പ്രൊഡക്ട്സ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവുന്നത്. ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കേട്ടോ. ഇനി ഓർഡർ റിലേറ്റഡ് കംപ്ലയിൻസ്, കൺസേൺസ്, ഇഷ്യൂസ് എന്താണെങ്കിലും, ഈവൻ റീഫണ്ട് റിലേറ്റഡ് ഇഷ്യൂസ് എന്താണെങ്കിലും വെബ്സൈറ്റിലൊരു കംപ്ലയിൻറ്റ് പോർട്ടലുണ്ട്. നിങ്ങൾക്ക് അതുവഴി റേസ് ചെയ്യാം. അതുമല്ലെങ്കിൽ info@lollipopsboutique.com എന്നുള്ള മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കുക. ഈ 2 വഴിയിൽ നമുക്ക് വരുന്നത് നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് ടീമിൽ ഉള്ളവർ വർക്കിംഗ് അവേഴ്സിൽ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് ബേസിസിൽ അങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യും. മൺഡേയ്സിലൊക്കെ ഇച്ചിരി തിരക്ക് ഉള്ള ഡേ ആണ്. ബിക്കോസ് സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് സാറ്റർഡേ ഈവനിങ് തൊട്ടുള്ള പെൻഡിങ് ഇഷ്യൂസും പിന്നെ പേയ്മെൻറ്റ് കൺഫർമേഷനും റീകൺസിലേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മൺഡേയ്സിൽ ഡിലേഡ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ കംപ്ലയിൻറ്റ് റേസ് ചെയ്ത ഉടനെ ചിലപ്പം അവർ റിപ്ലൈ ചെയ്യണമെന്നില്ല. കുറച്ചൊന്ന് ടൈം കൊടുക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.